ഗുരുപാദങ്ങളിൽ പ്രണാമം. എല്ലാവർക്കും നമസ്കാരം. സംപൂജ്യ നടരാജഗുരുവിൻ്റെ ഗുരുവരുൾ പുസ്തക വായന തുടരുന്നു. അധ്യായം 5, ഭാഗം 2. ഗുരുവിൻ്റെ അന്യാദൃശമായ ഈ അനുഭവത്തെ വെറുമൊരു സംഭവമായിട്ടല്ല കരുതേണ്ടത്. അത് അവിടത്തേക്കൊരു പുതിയ വീക്ഷണം നൽകി. ആ വീക്ഷണം എല്ലാ സംഭവങ്ങൾക്കും നവ്യമായ ഒരർത്ഥവും വ്യാപ്തിയും നൽകുവാൻ പോരുന്നതായിരുന്നു. അതിനുശേഷം സുഖദായകങ്ങളായ സംഭവങ്ങൾ പൊട്ടിവിടർന്നു വരുവാനോ ദുഃഖപൂരിതങ്ങളായ സംഭവങ്ങൾ അവികസിതമായി കുഴിഞ്ഞു പോകുവാനോ അദ്ദേഹം ഒരിക്കലും കാത്തിരുന്നില്ല. അതിനു പകരം ഭാവാത്മകമായ കാലചക്രത്തിൻ്റെ കണ്ണിയിൽ കുടുങ്ങി വർത്തമാനകാലത്തിൽ തൻ്റെ അന്തികത്തിലണഞ്ഞ് ഭൂതകാല യവനികയുടെ പിന്നിലേക്ക് വഴുതി വീണുകൊണ്ടിരുന്ന എല്ലാ സംഭവങ്ങളെയും ധ്യാനസുന്ദരമായ ഒരു മൗനമന്ദഹാസം കൊണ്ട് ശാന്തനായി സ്വാഗതം ചെയ്യുക മാത്രമാണ് അവിടുന്ന് ചെയ്തിരുന്നത്. സമൂഹ ജീവിതത്തിൽ അടിക്കടിയുണ്ടാകാറുള്ള ആഘാത പ്രത്യാഘാതങ്ങൾ ഗുരുവിൻ്റെ പാർശ്വവർത്തികളെ പലപ്പോഴും പരിഭ്രാന്തചിത്തരാക്കുകയും അവർ ഗുരുവിൽ നിന്ന് ഒളിച്ചുമാറി കുടിലങ്ങളായ മാർഗങ്ങളിൽ കൂടി അവരുടെ കോപതാപാദികൾക്ക് ഉപശമം കാണുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ഗുരു കണ്ടറിഞ്ഞിരുന്നു എങ്കിലും അവിടുന്ന് അതെല്ലാം വെറും ബാലിശമായി മാത്രമേ കരുതിയുള്ളൂ. ജഗന്മായാവിലാസം അവിടുന്ന് അറിഞ്ഞുപോയി. ചുടലക്കളത്തിൽ വെന്ത് നിർധൂളിയായി പോകുന്ന ഭാവാത്മക ജീവിതത്തിൻ്റെ ഭോഗവിലാസങ്ങളൊന്നും ഈ മഹാപുരുഷന് ഒരിക്കലും ഇനി ഭയദായകങ്ങളല്ല. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ ധ്യാനലോചനങ്ങളുടെ നിത്യവിശ്രമ സങ്കേതം രൂപരമ്യത കൊണ്ട് രതിരസാർത്തിയുണ്ടാക്കുന്ന വിഷയാവലിയെ വെടിഞ്ഞ് സകലവും ഉറ്റുപാർത്തു നിൽക്കുന്ന പ്രത്യക് ജ്യോതിസ്സിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. അകവും പുറവും തിങ്ങി വിളങ്ങുന്ന ജ്യോതിസ്കിരണാവലി കൊണ്ട് നിത്യദീപ്തമായ ജ്ഞാനം അഖണ്ഡമായി പ്രകാശിക്കുവാൻ തുടങ്ങിയതോടുകൂടി അത് ഭേദരഹിതവും നിരന്തരവും ത്രിപുടി മുടിഞ്ഞതും ത്രിഭുവന സീമയിൽ ഉല്ലംഘിച്ച് ഉജ്ജ്വലിക്കുന്നതുമായി തീർന്നു. നാമാങ്കിത ശബ്ദ കോലാഹലങ്ങളെല്ലാം ഏകവും സാന്ദ്രമധുരവുമായ നാദബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുകയാൽ അവിടുത്തെ കാതുകളിൽ സദാ അലതല്ലിക്കൊണ്ടിരിക്കുന്ന നാദാമൃതം അന്തരാത്മാവിനെ ഉണർത്തി അവിടുത്തെ അകക്കണ്ണിന് അനുപമമായ ആഭയാർജിച്ചു കൊടുത്തിരിക്കുന്നു. കവിത മൊഴിയുവാൻ വെമ്പി നിന്ന അവിടുത്തെ സ്ഫോടദർശന ശക്തിക്ക് രാഗവും താളവും തനിയെ വന്ന് ദാസ്യമനുഷ്ഠിക്കുവാൻ തുടങ്ങി. കടക്കണ്ണുകളിൽ പൊട്ടി ഒഴുകുവാൻ കാത്തുനിന്നിരുന്ന കാരുണ്യ ബാഷ്പ ബിന്ദുക്കൾക്ക് ശരവ്യമാകുവാൻ നിസാര സംഭവങ്ങൾക്ക് കൂടി കഴിയുമായിരുന്നു. മൗനസുന്ദരമായ ജീവിതചര്യയാൽ അന്യാദൃശനായിത്തീർന്ന ഗുരു നരദിവ്യാകൃതി പൂണ്ട് ഭൂമിയിൽ പെരുമാറിയിരുന്ന അനുകമ്പ തന്നെയായിരുന്നു എന്ന് പറയാം. അത്ര കണ്ട് അവിടുന്ന് കരുണാകരനും ശരണാർഹനുമായിട്ടാണ് ജീവിച്ചത്. സദാ പരയുടെ പാല് നുകർന്ന് നിത്യനിർവൃതി സ്വായത്തമാക്കിയ അവിടത്തേക്ക് കാലത്തിൻ്റെ പരിച്ഛിന്നത ഗണനീയമായിരുന്നില്ല. നവം ഇന്നലെ, ഇന്ന്, നാളെ, മറ്റേ ദിവസം എന്നിങ്ങനെ കാലത്തെ എണ്ണി ഭിന്നമാക്കി സംഭവങ്ങൾക്ക് സുഖദുഃഖങ്ങളുടെ തിലകം ചാർത്തുവാനും അവിടുന്ന് കൂട്ടാക്കിയില്ല. ഈ നവ്യാനുഭൂതി കൊണ്ട് ധീരതയാർജിച്ച അവിടുത്തെ ചിത്തം സദസദ് വിവേചനം ഒഴിഞ്ഞ് സ്വസ്വരൂപത്തിൻ്റെ അഗാധതലത്തിലേക്ക് മൃദുവായി ആമഗ്നമായി കൊണ്ടിരുന്നു. മനസ്സിനെ ഒരു ധനുസ്സാക്കി ആത്മജ്ഞാനത്താൽ അവിദ്യാജന്യമായ മോഹങ്ങളെ അരിഞ്ഞു വീഴ്ത്തി ദൃഢബോധനാകുവാൻ കഴിഞ്ഞ അവിടത്തേക്ക് യാഥാർത്ഥ്യങ്ങളോട് നീതി കാണിക്കുവാനുള്ള ഉണർവും ഉൾക്കരുത്തും ഒരു പുതിയ രീതിയിൽ വികസിക്കുവാൻ തുടങ്ങി. ലോക നന്മയ്ക്ക് വേണ്ടി ഉത്തമോത്തമമായ ഒരു പുതിയ മതം സ്ഥാപിക്കുന്നതിലും സങ്കീർണമായ അന്വേഷികീ ശാസ്ത്രത്തിന് ദുർഗ്രഹമായ ഒരു ഭാഷ്യം ചമയ്ക്കുന്നതിലും കൂടുതൽ അവിടുത്തേക്ക് ആവശ്യമായി തോന്നിയത് വിശന്നു വലഞ്ഞ്
തന്നെ കാണുവാനെത്തിയ ഒരു സാധു ബ്രാഹ്മണന് ഉടനെ പശി തീർക്കുവാൻ കുറെ ആഹാരം അന്വേഷിച്ചു കൊടുക്കുന്നതായിരുന്നു. ഭൂതകാല ചരിത്രത്തിന്റെ മൂശയിൽ നിന്ന് രൂപമാർജിച്ചു നിന്ന ഒരു വർത്തമാനകാലത്തിൽ ഭാവി കാലത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും പേറിക്കൊണ്ടാണ് അവിടുന്ന് ജീവിച്ചത്. അതുകൊണ്ട് അനുപദം അവിടത്തേക്ക് കരണീയമായി വന്നു ചേർന്ന എല്ലാ വസ്തുതകളുടെയും പൂർണ്ണമായ സ്വഭാവം അവിടുന്ന് നിർവിശങ്കം അറിയുന്നുണ്ടായിരുന്നു. അപരനു വേണ്ടി അഹർനിശം പ്രയത്നിക്കുവാൻ സഹജമായി തന്നെ കഴിഞ്ഞ അവിടുത്തെ ജീവിതത്തിന് തത്വദർശനം മനോജ്ഞമായ ഒരർത്ഥവും നൈസർഗികമായിരുന്ന കവിതാചാതുരി ഒരു ഉപായവുമായി ഭവിച്ചു. ഗുരുവിന്റെ ജീവിതവും പ്രതീക്ഷകളും വളരെ ലഘുവായി തീർന്നു. കാരുണ്യത്തിന്റെയും സമൃദ്ധിയുടെയും മനോഞ്ജകുസുമാവലിയെ സദാ അവതരിപ്പിക്കുന്ന ഒരു നവ്യ ജീവിതത്തിന്റെ അടിസ്ഥാനം അവിടുത്തെ വ്യക്തിത്വത്തിന്റെ സവിശേഷ വിലാസമായി തീർന്നു. അധ്യാത്മജീവിതത്തിന്റെ ആദ്യമുകുളം വിരിയുമ്പോൾ ഗുരുവിൽ പ്രചണ്ഡ താണ്ഡവം നടത്തിയിരുന്ന വൈകാരിക വിജൃംഭണം അചിരേണ തണുത്ത് ശാന്തമായി കഴിഞ്ഞിരുന്ന തന്റെ സഹജ സിദ്ധിയായി തീർന്നിരുന്ന ആത്മപരതയിൽ നിന്നും നിവർത്തിക്കാതെ തന്നെ ഗുരു തന്റെ ചുറ്റും വന്നുകൂടിയിരുന്ന ജനങ്ങളോട് കുശലങ്ങൾ അന്വേഷിക്കുവാൻ തുടങ്ങി. ആന്തരികമായ ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനിടയ്ക്ക് സമീപവർത്തികളായവർ അവിടുത്തെ ശരീരത്തിന് കാലാവസ്ഥകളുടെ കാർക്കശ്യത്തിൽ നിന്നും പരിരക്ഷണം നൽകുവാനായി ഒരു ചെറിയ കുടിൽ തയ്യാറാക്കി കൊടുത്തു. ഗുരുവിന്റെ ആഹാരത്തിനും പ്രത്യേകമായ വ്യവസ്ഥകൾ ചെയ്യുകയുണ്ടായി. അവിടുത്തെ ഹിതാനുവർത്തികളായി വിവിധ കർമ്മപരിപാടികളുടെ ചുമതല വഹിക്കുവാനായി ചിലർ സ്വയം സജ്ജരായി. പുറമേ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യോഗിയെ ഒരു നോക്കു കാണുവാനായി കാൽനടയായും കാളവണ്ടിയിലും ആളുകൾ വന്നു ചേരുവാൻ തുടങ്ങി. നദിയിൽ കുളിച്ച് ശുഭ്രവസ്ത്രങ്ങളും ധരിച്ച് പൂക്കളും പഴങ്ങളുമായി സ്ത്രീകളും കുഞ്ഞുങ്ങളും കൂട്ടം കൂട്ടമായി അവിടുത്തെ ദർശനത്തിനായി സദാ വന്നുകൊണ്ടിരുന്നു. ആരെങ്കിലും അവരെയെല്ലാം സ്വീകരിക്കണം, അവരുടെ ഹിതങ്ങൾ അന്വേഷിക്കണം. അതിനും ചുമതലക്കാരുണ്ടായി. അവിടെ ലഭ്യമായിരുന്ന ആതിഥ്യത്തിൽ സന്ദർശകർ തികച്ചും സന്തുഷ്ടരായിരുന്നു. ഗുരുസന്നിധിയിൽ ശാന്തമായ കുറെ ദിവസം കഴിച്ചുകൂട്ടി ശരീരത്തിന് സ്വാസ്ഥ്യം നൽകി മഹാപുരുഷ സംശ്രയത്താൽ മനസ്സിന് സമാധാനവും ലഭിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെയും നിത്യ നൈമിത്തിക കർമ്മങ്ങളുടെ നിറവേറ്റലുകൾക്കായി വീണ്ടും പൊയ്ക്കൊള്ളും. ആരോഗ്യവും ആനന്ദവും നേടിക്കൊടുക്കുവാൻ സർവഥാ പര്യാപ്തമായിരുന്നു ഗുരുവിന്റെ സങ്കേതം. അങ്ങനെ അരുവിപ്പുറത്തെ ഗുരുവിന്റെ സന്നിധാനം ഒരാശ്രമമായി തീർന്നു. ഒരാശ്രമത്തിന് വേണ്ടുന്നതെല്ലാം ഒത്തിണങ്ങിയെങ്കിലും അവിടെ ഒരു കുറവ് മാത്രമുണ്ടായിരുന്നു, ഒരു ആരാധനാ സ്ഥലത്തിൻ്റേത്. പരിവ്രാജകനായ നാരായണ ഗുരു എപ്പോഴും അവിടെ തന്നെ ഉണ്ടായെന്ന് വരികയില്ല. അവിടെ ഏവർക്കും അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന അഭൗമതയ്ക്ക് ഗുരുവിന്റെ അസാന്നിധ്യത്തിൽ സംഭവിക്കുമായിരുന്ന കുറവ് പരിഹരിക്കുവാൻ ഒരാരാധനാമന്ദിരം വേണമെന്ന് സഹജമായി തന്നെ ആ ആശ്രമത്തിന്റെ ധർമ്മകർത്താക്കളായി തീർന്ന ഭക്തസമൂഹത്തിന് തോന്നി. ഈ പുതിയ ആവശ്യം പല പ്രശ്നങ്ങളെയും ആവിർഭവിപ്പിച്ചു. എന്തായിരിക്കണം ക്ഷേത്രത്തിന്റെ ആകൃതി? എന്തുമാതിരി ആരാധനയാണ് അവിടെ നടത്തേണ്ടത്? പഴമയുടെ ആചാരങ്ങളെ അപ്പാടെ സ്വീകരിക്കണമോ? പുതിയ പ്രവണതകൾക്ക് എത്ര കണ്ട് അംഗീകാരം നൽകണം? ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഏവർക്കും ഒരുപോലെ സ്വീകാര്യമായ സമാധാനം കണ്ടുകിട്ടുക അസാധ്യമായിരുന്നു. ഗുരുവിന്റെ പ്രോത്സാഹനപരമായ നിർദ്ദേശങ്ങളാൽ ആ ഗ്രാമീണർ ക്രമാനുഗതമായ പല വിട്ടുവീഴ്ചകളിൽ കൂടി അവർക്ക് എത്തിച്ചേരുവാൻ കഴിയുമായിരുന്ന പരിഷ്കൃത ചിന്തയുടെ പരമാവധിയിലെത്തി. നിരർത്ഥകവും അനാവശ്യവുമായ പല പഴയ ആചാരങ്ങളും നിശേഷം വേണ്ടെന്നു വെച്ച് പുഷ്പാഞ്ജലി, കർപ്പൂരാരാധന എന്നിങ്ങനെ ഹൃദ്യവും സരളവുമായ ആരാധനാ സമ്പ്രദായങ്ങൾ മാത്രം സ്വീകരിച്ചു. ക്ഷേത്ര നിർമ്മാണത്തെ സംബന്ധിച്ച പ്രശ്നങ്ങളെല്ലാം ആദ്യം ഹിമവൽ ശൃംഗങ്ങളെപ്പോലെ അപ്രതിരോധ്യമായി തോന്നിയിരുന്നെങ്കിലും ഗുരുവിന്റെ കൃപാർദ്രമായ വീക്ഷണത്തിന്റെ മുമ്പിൽ അവയെല്ലാം നിമിഷ നേരം കൊണ്ട് അസ്തംഗതങ്ങളായി തീർന്നു. അരുവിപ്പുറത്തെ കുന്നുകൾക്കിടയിൽ ത്യാഗീശ്വരനായ ശിവപെരുമാന് ആരാധന നൽകുവാൻ ഒരു ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. അവിടെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നിർഭയം കടന്നുവരാം.
ശാന്തചിത്തരായി നിന്ന് ആരാധനകൾ അർപ്പിക്കാം. പാവനമായ ആ അന്തരീക്ഷത്തിന്റെ പരിശുദ്ധമായ പ്രേരണകളിൽ കുഞ്ഞുങ്ങൾക്ക് ബാഹ്യാഭ്യന്തര ശുദ്ധി ആർജിച്ച് സുന്ദരതരങ്ങളായ ഭാവനയുള്ളവരായി പവിത്ര ചരിതന്മാരായി തീരുവാൻ കഴിഞ്ഞെന്നു വരാം. ഈ ആശയം ഏവർക്കും സ്വാഗതാർഹമായി തോന്നി. നാരായണ ഗുരു എല്ലാ ആചാര ശൃംഖലകളിൽ നിന്നും തികച്ചും നിർമുക്തനായി അപ്രമേയ പ്രതിഷ്ഠിത മാനസനായിട്ടാണ് വർത്തിച്ചിരുന്നതെങ്കിലും ആ പാവപ്പെട്ട ഗ്രാമീണരുടെ അഭിലാഷത്തെ മാനിച്ച് സ്വഹസ്തകമലങ്ങളാൽ തന്നെ ക്ഷേത്രപ്രതിഷ്ഠ നിർവഹിക്കാമെന്ന് സമ്മതിക്കുകയുണ്ടായി. അതിനാവശ്യമായ ഭൂമി വിലയ്ക്ക് വാങ്ങി. ക്ഷേത്രപ്രതിഷ്ഠയ്ക്കുള്ള ദിവസവും നിശ്ചയിച്ചു. പ്രതിഷ്ഠാസുദിനത്തിൽ അംശുമാന്റെ ആദ്യ വീഴ്ചകൾ കൊണ്ട് പൂർവചക്രവാളം അരുണാഭമാകുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഗുരു എണീറ്റ് പതഞ്ഞൊഴുകുന്ന നദിയിലിറങ്ങി സ്നാനാദികൾ കഴിച്ച് പ്രതിഷ്ഠയ്ക്ക് തയ്യാറായി വന്നു. പ്രതിഷ്ഠയ്ക്കുള്ള സ്ഥലം നേരത്തെ തന്നെ തയ്യാറാക്കി ശിവലിംഗവും സജ്ജമാക്കി വച്ചിരുന്നു. ഇതിൽ പങ്കുകൊള്ളുവാനായി അനേകായിരം ജനങ്ങൾ അവിടെ സന്നിഹിതരായി. പ്രതിഷ്ഠയ്ക്ക് വേണ്ടി തയ്യാർ ചെയ്തിരുന്ന മറയിൽ ആ യുവയോഗി പ്രവേശിക്കുമ്പോൾ ആകാശത്തു നിന്നും താരാവലികൾ അപ്രത്യക്ഷമായിരുന്നില്ല. എന്തൊരത്ഭുതമാണ് നടക്കുവാൻ പോകുന്നത്! നക്ഷത്രത്തിന്റെ നേരിയ വെളിച്ചത്തിൽ അവിടെ തിങ്ങിക്കൂടിയിരുന്ന അനേകായിരം ശുദ്ധമാനസരായ ഭക്തജനങ്ങളുടെ ഉള്ളിൽ ആ ഒരു വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ മധ്യത്തിൽ പ്രതിഷ്ഠാകർത്താവായ യുവയോഗി തേജോമയനായി നിൽക്കുന്നുണ്ടായിരുന്നു. 5 നാളങ്ങളുള്ള ഒരു മംഗലദീപം അവിടെ പൂക്കളുടെ ഇടയിലിരുന്ന് ശാന്തമായി എരിയുന്നു. അവിടെ കൂടിയിരുന്നവരിൽ ചിലർക്കിതെല്ലാം പരിചിതവും അപരിചിതവും അവിശ്വസനീയവുമായി തോന്നി. ഇത്രയും സാരമായ ഒരു കർമ്മ നിർവഹണത്തിന് ഈ യുവാവായ മുനി സമർത്ഥനായെന്ന് വരുമോ? അതിനു തക്ക പാകതയും കുലാഭിജാത്യവും ഈ ആൾക്കുണ്ടോ? ശിവനെ യഥാർത്ഥത്തിൽ ദൈവമായി ഇദ്ദേഹം കരുതുന്നുണ്ടോ? ശിവൻ ഹിമാലയത്തിലെ വേട്ടക്കാരുടെ ഒരു നായകനായിരുന്നുവെന്നും പിന്നീട് തന്റെ ഗുണഗണങ്ങൾ കൊണ്ട് ആളുകൾ ദൈവതുല്യനാക്കി പൂജിച്ചു വന്നതായിരിക്കുമെന്നും ഇദ്ദേഹം തന്നെയല്ലേ പറഞ്ഞു നടന്നത്? ഇപ്പോഴെന്താണ് ശിവഭക്തി നടിച്ചു തുടങ്ങിയിരിക്കുന്നത്? പാരമ്പര്യത്തെ മുറിച്ചു ചെയ്യുന്ന ഈ കർമ്മത്താൽ ദൈവകോപമുണ്ടായി ഈ ഗ്രാമീണരെല്ലാം ആപത്തിൽ കുടുങ്ങിയെന്ന് വരുമോ? ഇപ്രകാരം സംശയിച്ച ചില ആളുകൾ ഗുരുവിന്റെ അംഗവിക്ഷേപങ്ങളിൽ നിന്നും വല്ല ഉത്തരവും കിട്ടിയേക്കുമെന്ന് പ്രതീക്ഷിച്ച് മറ്റുള്ളവരെക്കാൾ കുറെ കൂടി അടുത്ത് ചേർന്നു നിന്നു. ഇങ്ങനെയുള്ള വികലങ്ങളായ ചോദ്യങ്ങൾക്കൊന്നും പ്രത്യേകമായ യാതൊരു സമാധാനവും ഗുരുവിൽ നിന്ന് അവർക്ക് ലഭിച്ചില്ല. അദ്ദേഹത്തെ ആത്മാർത്ഥത നിറഞ്ഞ ഒരാവേശം ആകപ്പാടെ ബാധിച്ചിരുന്നു. ആ ഭാവപരതയിൽ ഗംഭീരമായി തീർന്ന മുഖത്തോടുകൂടി ദൃഷ്ടികളെ ഊർധ്വലക്ഷ്യമാക്കിക്കൊണ്ട് മൗനവാണികളാൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, പരിപൂർണനായ ശ്രേയസ്സു നീ ഇവരിൽ ചൊരിയുവാനിടയാകട്ടെ. ദാരിദ്ര്യവും കഷ്ടതയും അനുഭവിക്കുന്നവർ സമാശ്വസിപ്പിക്കപ്പെടട്ടെ. ഇവരുടെ ജീവിതം ഐശ്വര്യസമ്പൂർണമായി തീരട്ടെ. ദിനം തോറും ലഭിക്കേണ്ടുന്ന ആഹാരം ഇവർക്കൊരിക്കലും മുട്ടാതിരിക്കട്ടെ. പകയും സ്പർദ്ധയും അവരിൽ നിന്നും എന്നേക്കുമായി വിട്ടകലട്ടെ. ദൈവസൃഷ്ടിയിലെ ഏറ്റവും തുച്ഛമായ ജീവിതം പോലും ഇവരുടെ കരുണയ്ക്ക് പാത്രമായി തീരട്ടെ. നിത്യസത്യത്തിന്റെ ഒരു വീഴ്ചയെങ്കിലും അവരുടെ അന്തരംഗത്തിൽ പ്രകാശം ചൊരിഞ്ഞ് അവരുടെ ജീവിതത്തെ ധന്യമാക്കി സമാശ്വാസം നൽകട്ടെ. ഇങ്ങനെയുള്ള പ്രേമപ്രകർഷം നിറഞ്ഞ വിചാരങ്ങളോടുകൂടിയാണ് അവിടുന്ന് ദൃഷ്ടികളെ ദ്യോവിലേക്ക് ഉയർത്തിയത്. ആ സമയത്ത് ഗുരുവിൽ നിഷ്കളങ്കനായ ഒരു ശിശുവിന്റെ പേലവത്വം കാണാമായിരുന്നു. അവിടുത്തെ കരുണാമൃതം പൊഴിയുന്ന നയനങ്ങളിൽ നിന്നും ധാരധാരയായി ഒഴുകിയ കണ്ണുനീർ വാചാലമായിരുന്നു. ഭൂതകാലത്തെയും ഭാവിയെയും കോർത്തിണക്കുന്ന ആ സുന്ദര മുഹൂർത്തം തന്റെ ആവേശകരമായ ആന്തരിക പ്രചോദനങ്ങളെയും അവയ്ക്കു കാരണമായി തന്റെ മുമ്പിൽ നിന്നിരുന്ന മൂകരായ അവശ്യലക്ഷങ്ങളുടെ മനസ്സിൽ കുമറിയെരിയുന്ന അന്തർദാഹത്തെയും പരസ്പരം ബന്ധിക്കുന്നതായിരുന്നു. ഈ വിലപ്പെട്ട അനുഭവത്തിനായി ഗുരു എത്രമാത്രം തന്നെ സജ്ജമാക്കിയിരുന്നുവെന്ന് വ്യക്തമാക്കുവാൻ പോരുന്നതായിരുന്നു അവിടുത്തെ
നിശബ്ദമായ അശ്രുധാര. ഗുരുവിൻ്റെ ഈ വികാരവായ്പിൽ സഹജമായി ഉരുകിച്ചേർന്ന ജനാവലി മൗനം കൊണ്ട് നിറഞ്ഞ ആ അന്തരീക്ഷത്തിൻ്റെ പ്രശാന്തതയിൽ അമർന്നു നിന്നുകൊണ്ട് കൃതാർത്ഥത സ്ഫുരിക്കുന്ന നയനങ്ങളാൽ പരസ്പരം അഭിനന്ദനം നൽകി. പ്രതിഷ്ഠ കഴിഞ്ഞ് സൂര്യോദയമായി. ശംഖധ്വനികൾ ഉയർന്ന് ചക്രവാളത്തിൽ പ്രതിധ്വനിച്ചു മുഴങ്ങി. ശുഭ്രവസ്ത്രധാരികളായ ജനങ്ങൾ കുന്നിൻ ചെരുവുകളിലേക്ക് ഒന്നൊന്നായി നടന്നു മറഞ്ഞു. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആശയുടെ ഒരു പുതിയ അങ്കുരം വിരിയുന്നത് പോലെ തോന്നി. അത് വൈജയന്തിയുടെ ഒരു ദീർഘവിലാസമായിരുന്നു. ഇന്നിവിടെ നിർത്താം. എല്ലാവർക്കും നമസ്തേ.